ഗുഡ് മോർണിംഗ്. ടൈം ഈസ് അറൗണ്ട് 4 o'clock ഇൻ ദ മോർണിംഗ്. ഇന്ന് നമ്മൾ പോകുന്നത് വയനാട്ടിലെ മേപ്പാടിക്കടുത്തുള്ള 900 കണ്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വിത്ത് ട്രാവൻകൂർ റോയൽ എൻഫീൽഡ് ക്ലബ്. വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ വരുന്ന വഴിക്ക് ആയൂർ ജംഗ്ഷനിൽ വെച്ചിട്ട് ക്ലച്ച് പൊട്ടി വണ്ടിയുടെ. പിന്നെ അവിടെ നിന്ന് തന്നെ ക്ലച്ച് വേറെ സ്പെയർ ഉണ്ടായിരുന്നത് മാറ്റിയിട്ടു. അപ്പോൾ തന്നെ മഴയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പുനലൂർ റൂട്ട് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈ റേഞ്ചൊന്നും എത്തിയിട്ടില്ല, പക്ഷേ നല്ല മഞ്ഞുണ്ട് റോഡിലെ സൈഡിലൊക്കെ നോക്കുമ്പോൾ. മഴയുള്ളൊരു സമയം ആയതുകൊണ്ടായിരിക്കാം. ഈ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി നമ്മുടെ ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് കേട്ടോ. ട്രക്കിൻ്റെ ഗ്രൂപ്പ് ട്രിപ്സിനെല്ലാം ഒരു ബാക്കപ്പ് വെഹിക്കിൾ ഉണ്ടാവാറുണ്ട്. നേരത്തെ ക്ലച്ച് പൊട്ടിയിട്ട് ഞാൻ റോഡിൽ നിന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവരുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് പുനലൂർ മൂവാറ്റുപുഴ റോഡിലാണ്. നമ്മൾ ഈ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു മഴയും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമുള്ള ക്ലൈമറ്റിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റും. ഇന്നിപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. മൂവാറ്റുപുഴ, പൊൻകുന്നം, കുമളിയൊക്കെ പോകുന്ന സെയിം റൂട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത്രയും സമയമായിട്ടും ആ മഞ്ഞ് മാറിയിട്ടില്ല കേട്ടോ. നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ നമ്മൾ പാലയിൽ എത്തിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിയതാണ്. ശരവണ ഭവൻ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നറിയില്ല. പാല കഴിഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിൽ കണ്ട വഴിയിലൂടെ കയറിയിട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ല റൂട്ടാണ് കേട്ടോ. മെയിൻ റോഡല്ല, കുറച്ച് മാറിയിട്ടുള്ള റൂട്ടാണ്. പക്ഷെ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് റൈഡ് ചെയ്യാനായിട്ട് നല്ല രസമുണ്ട് ഇപ്പോൾ. ക്ലച്ച് പൊട്ടിയിട്ട് നേരത്തെ സ്പെയർ മാറ്റിയിട്ടല്ലോ, അപ്പോൾ വേറൊരു സ്പെയറും കൂടെ മേടിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. എറണാകുളത്ത് കരയാമ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. റോയൽ എൻഫീൽഡ് ഷോറൂമിൽ ചോദിച്ചപ്പോൾ സാധനം അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഗിയർ ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് കരയാമ്പറമ്പുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഇപ്പോൾ മേടിച്ചേക്കുന്നത്. എല്ലാ സൈഡിലും റോഡിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ആ റോഡിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും എന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു ഹാപ്പിനെസ് ഉണ്ട് മൈൻഡിൽ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ടോൾ കൊടുക്കാണ്ട് ടോളിൽ കൂടെ പോകുന്നൊരു സന്തോഷമുണ്ടല്ലോ. 2 വീലറിൽ ട്രാവൽ ചെയ്യുമ്പോൾ പല പല സന്തോഷങ്ങളുണ്ടാവാറുണ്ട്. അതിൽ മെയിനായിട്ടുള്ള ഒരെണ്ണം ഇതാണ്. ഇവിടെ എന്തോ വിഷയം നടക്കുന്നുണ്ട്. കുറേ പോലീസുകാരും നാട്ടുകാരൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ. മിക്കവാറും ടോൾ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വിഷയമായിരിക്കണം. ആ സ്ട്രെയിറ്റ് കാണുന്ന ആർച്ച് ഗേറ്റ് ഇല്ലേ, അതിനകത്താണ് ശക്തൻ തമ്പുരാൻ പാലസ് ഉള്ളത്. ഇപ്പോൾ അത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ഒരു മ്യൂസിയമാണ്. കാലിക്കറ്റിലേക്ക് പോകുന്ന റൂട്ടിലുള്ള ഒരു ഏരിയയാണ് തൃശ്ശൂരിനടുത്ത്.
റോഡിൻ്റെ രണ്ട് വശത്തും കൃഷിയൊക്കെ നടക്കുന്ന പാടങ്ങളാണിപ്പോഴും. പഴയ മെത്തേഡ്സിൽ കൃഷി നടത്തുന്ന ചുരുക്കം ചില ഏരിയാസിലൊന്നാണിത്. ഇവിടെ കാണാനായിട്ട് പറ്റും ആൾക്കാർ ഞാറ് നടുന്നതൊക്കെ. നമ്മുടെ പുതിയ NHലേക്ക് കയറുകയാണ്. ഒരു രക്ഷയില്ലാത്ത റോഡാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. തമിഴ്നാട് വഴിയൊക്കെ നമ്മൾ പോയിട്ടുണ്ട് NHൽ, പക്ഷേ കേരളത്തിൻ്റേതായ ഒരു ഭംഗിയുണ്ടല്ലോ, അതും കൂടെ ആകുമ്പോഴേക്കും NH വേറെ ലെവലാണ്. അൺഫോർച്ചുനേറ്റ്ലി ഒഫീഷ്യൽ ഇനോഗ്രേഷൻ കഴിഞ്ഞാൽ പിന്നെ ബൈക്കിനും ഓട്ടോറിക്ഷയ്ക്കൊന്നും എൻട്രി ഇല്ല ഈ റോഡിൽ. ഓൾറെഡി സൈൻ ബോർഡ്സ് വെച്ചിട്ടുണ്ട്. ഏകദേശം താമരശ്ശേരി എത്താറായപ്പോൾ തന്നെ മഴ നല്ല ഹെവി ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും നിർത്തിയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ചായ ബ്രേക്കൊക്കെ എടുത്തിട്ട് പോവാം. നമ്മുടെ താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇന്ന് എന്താണെന്നറിയില്ല, വലിയ തിരക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. കുറച്ച് ദിവസം മുന്നേ ഉണ്ടായ മഴയിൽ ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടായിട്ട് ചുരം കുറച്ച് നാൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് തോന്നുന്നു ഇപ്പം നമ്മൾ കണ്ടത്. താമരശ്ശേരി ചുരത്തിനടുത്തുള്ള ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള. എപ്പോഴും ഇവിടെ തിരക്കാണ്, ഇപ്പോഴും അതിൻ്റെ തിരക്ക് തന്നെയാണെന്ന് തോന്നുന്നു. അവിടെ അല്ലേ? നമ്മളിപ്പോൾ പ്രോപ്പർ വയനാട് എത്തിയിട്ടുണ്ട്, കൽപ്പറ്റയൊക്കെ കഴിഞ്ഞിട്ട്. ഇനി നമുക്ക് പോകേണ്ടത് മേപ്പാടി സൈഡിലേക്കാണ്. മേപ്പാടി അടുത്താണ് 900 കണ്ടി എന്ന് പറയുന്ന സ്ഥലം. റോഡ് മോശമായതുകൊണ്ട് ബൈക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. സോ അവർ തന്നെ അറേഞ്ച് ചെയ്യുന്ന ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ജീപ്പിലാണ് 900 കണ്ടിയിലേക്ക് പോകുന്നത്.
ഇരുട്ടും മഴയൊക്കെ ആയിട്ട് കാണാൻ തന്നെ പറ്റാത്ത റോഡിലൂടെയാണ് ഇപ്പോൾ ഏകദേശം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നല്ല ഇരുട്ടായതുകൊണ്ട് പാർക്കിംഗ് സ്പോട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് ജീപ്പിൽ എത്രയും പെട്ടെന്ന് 900 കണ്ടിയിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അങ്ങനെ സംഭവബഹുലമായിട്ടുള്ളൊരു ജീപ്പ് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 900 കണ്ടിയിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്കൈഫോൾ അഡ്വഞ്ചേഴ്സ് എന്ന് പറയുന്ന റിസോർട്ടിലെത്തിയിട്ടുണ്ട്. മഴയും കൂടെ ഉള്ളതുകൊണ്ട് നല്ല ആംബിയൻസ് ആണ് കേട്ടോ അവിടെ. ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യണേ എല്ലാവരുടെയും പേരും എല്ലാവരുടെയും പേരും സ്ഥലവും. ടീം മെമ്പേഴ്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം എല്ലാ റൈറ്റ്സും നല്ല കോർഡിനേഷൻ, പിന്നെ ഇപ്പം എന്ത് കുറവുണ്ടെങ്കിലും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഇന്നലെ നല്ല ഇരുട്ടിയിട്ട് വന്നതുകൊണ്ട് ഈ ഏരിയ ഒന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല. എന്തായാലും രാവിലെ എണീറ്റ് ഒരു ചെറിയ ട്രെക്കുണ്ട്, അതിന് പോവാണ്. ഒരു 5 കിലോമീറ്റേഴ്സ് ഇവിടെ അടുത്താണ്, അതിന് പോയിട്ട് വരാം. ലൊക്കേഷൻ അടിപൊളിയാണ് കേട്ടോ. ഇതിവിടെ പണി നടക്കുന്ന ഒരു ട്രൈബൽ തീം റിസോർട്ടാണ്, എൻഗോത്ര എന്ന് പറഞ്ഞിട്ട്. ഹലോ. പുള്ളി വിചാരിച്ച് കോമഡി പറഞ്ഞു. ഈ കേവിനകത്തുകൂടി ഒരു വാട്ടർഫോൾ വരുന്നുണ്ട്. ഇതുവഴിയാണ് നമ്മൾ മേളിലേക്ക് കയറി വന്നത്. കേവിൻ്റെ അവിടെ നിന്ന് പിന്നെ വഴിയില്ലാന്ന് തോന്നിയെങ്കിലും പക്ഷെ ആ കുത്തനെ കിടന്ന പാറയിൽ വലിഞ്ഞു കയറിയിട്ട് മേളിലെത്തി. ഇത്രയും കളർഫുള്ളായിട്ടുള്ളൊരു ഒച്ചിനെ ഞാൻ നാട്ടിലെങ്ങും കണ്ടിട്ടില്ല കേട്ടോ.
ആണല്ലോ. ഇതൊക്കെ വെറുതെ അല്ല, ഇടിഞ്ഞു പോകുമ്പോൾ എല്ലാം കൂടെ ഒക്കെ പോകുന്നു. എമ്മാതിരി ഹൈറ്റിൽ നിന്നാണ് വരുന്ന സാധനം. തിരിച്ച് റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. തുടങ്ങുന്നേ ഉള്ളൂ. ഇവിടെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടത്തുന്ന സംഭവം ജീപ്പാണ്. എവിടെ? മറ്റേ വെച്ചാണോ? വണ്ടി വരുന്നത് ശ്രദ്ധിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും ജീപ്പിൻ്റെ ബോണറ്റിലിരുന്ന് പോകേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ കണ്ട ജീപ്പുകളെല്ലാം പോയിക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ. രണ്ടുപേര് ആകാശത്തോടെ പറന്ന് നടക്കുന്നുണ്ടോ? സിപ്പ് ലൈനാണ്, സിപ്പ് ലൈൻ.
എല്ലാവരും ഒരുമിച്ചാണോ പ്രാക്ടീസ് വേണ്ട പോയി ബോൾ മൾട്ടി ടാലന്റഡ്. സോ ഇതാണ് 900 കണ്ടിയിലെ ഫേമസ് ആയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജ്. എനിക്കൊന്ന് കേരളത്തിൽ ആദ്യമായിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് വരുന്ന ഇവിടാണ്. സ്കൈ പാർക്ക് അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടീമാണിത് ചെയ്യുന്നത്. അഡൾട്ട്സിന് ഇവിടെ 250 റുപ്പീസാണ് ടിക്കറ്റ് വരുന്നത് ഈ ഗ്ലാസ് ബ്രിഡ്ജ് എൻട്രിയും. പിന്നെ കുറച്ച് ആക്ടിവിറ്റീസും ഉണ്ട്. പിന്നെ അഡീഷണൽ ചാർജ് വാങ്ങിച്ചിട്ടുള്ള ആക്ടിവിറ്റീസും ഉണ്ട്. ഇപ്പോൾ വാഗമണിലൊക്കെ വേറെ ഗ്ലാസ് ബ്രിഡ്ജസ് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയതൊക്കെ. പക്ഷേ കേരളത്തിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഇതിന് ഭയങ്കര ഹൈപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അവരിപ്പോൾ ഇതിലും വലിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ ചെയ്യാനായിട്ട് പണി തുടങ്ങിയിട്ടുണ്ട്. ഉണ്ട്. ഇവിടെ അങ്ങനെ പേടിയാവുന്ന തരത്തിലുള്ള ഒരു സംഭവമൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അറ്റത്ത് നിന്നിട്ടുള്ള വ്യൂ നല്ല രസമാണ്. പിന്നെ എല്ലാ ആക്ടിവിറ്റീസിനും കൂടെ ആണല്ലോ 250 റുപ്പീസ് മേടിക്കുന്നത്. സോ അതൊരു വലിയ ചാർജായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇനി നമുക്കിത് വേറൊരു ആംഗിളിൽ നിന്ന് കണ്ടാലോ. ഇതല്ലേ നാട്ടിൽ വളരുന്നതാണോ? മേളിലാ കെട്ടിയിട്ടേക്കുന്ന ആ നൂലിൽ വെടിവെക്കും. അപ്പോൾ താഴെ കൈ ഫ്രീ ആക്കേണ്ടി വരുമോ? കൈ ഫ്രീ ആക്കേണ്ടി വരുമോയെന്ന് ചോദിച്ചാൽ ഞാൻ ഈ മൾട്ടി ടാസ്കിങ് ആയതുകൊണ്ട് ചോദിച്ചതാ. ഓ അത് വലിയ പാടായിരിക്കുമല്ലോ. അങ്ങനെ കാല് നടക്കുന്നവരെ വെച്ചു. ഓ ഇത് ഇച്ചിരി ടാസ്കാ. അവരെല്ലാവരും ഞാൻ കുറച്ച് വീഡിയോ എടുക്കാം. ടീച്ചറെ പൈസ ഫോണ് പോണെന്നല്ല മാണ്ടൂര് പോയാൽ മതി. പറയാ
പാപം ചെയ്തൊരു കൊയ്യാണ്. ആ 2 ദിവസം ആയിട്ടില്ല. ഇന്നലെ രാവിലത്തെ വഴിയിൽ ആനപ്പിണ്ട കണ്ടതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരുടെ അടുത്തൊക്കെ ഒന്ന് ചോദിച്ചായിരുന്നു വൈൽഡ് അനിമൽസിൻ്റെ ആക്ടിവിറ്റി ഉണ്ടോയെന്ന്. അപ്പോഴാണ് അറിയുന്നത് കടുവ ഉൾപ്പെടെ എല്ലാ ജീവികളും ഉള്ളൊരു സ്ഥലമാണിത്. ഏതായാലും നമ്മൾ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിപ്പോൾ നമ്മുടെ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഫുൾ ഡേ എൻജോയ്മെൻറ്റാണ്. ഞങ്ങളെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തൊരു സാധനമാണ് ഈ സ്വിമ്മിംഗ് പൂൾ. നല്ല തണുപ്പും മഞ്ഞും മഴയൊക്കെ ഉണ്ടായിട്ടും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്ന കാര്യത്തിൽ ഞങ്ങൾ ഒരു മടിയും കാണിച്ചിട്ടില്ല. പട്ടുണ്ടോ എന്നൊക്കെ വിചാരിക്കും, പക്ഷേ അതിൻ്റെ വൈബ് ഒന്ന് വേറെയാണ്. ആർക്കെങ്കിലുമൊക്കെ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ജോയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഊട്ടിയിലൊന്നും സ്റ്റേ ഒന്നും എടുത്തിട്ടില്ല. എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മധുര വഴി നമ്മൾ ട്രിവാൻഡ്രം എത്തും. ട്രിവാൻഡ്രത്ത് നമ്മൾ ഏകദേശം ഒരു രാത്രി 10-11 മണിയാകുമ്പോഴത്തേക്ക് എത്തത്തുള്ളൂ. അതായത് മൺഡേ. നല്ല ശുദ്ധമായിട്ടുണ്ടെങ്കിൽ നല്ല കാട്ടിലുള്ള നിൽക്കണം. 2 ബാക്ക് ഫോട്ടോ ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇന്ന് 3ാമത്തെ ദിവസമാണ്. നമ്മളിന്ന് റിട്ടേൺ ആണ് ഇവിടെ നിന്ന്. സ്കൈഫോൾ അഡ്വഞ്ചേഴ്സിലെ സ്റ്റേയും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. രാത്രി ആയതുകൊണ്ട് ഇങ്ങോട്ടുള്ള ജീപ്പിലെ ഒരു യാത്രയൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല. ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഒരു വണ്ടിക്ക് 50 രൂപ വെച്ചിട്ട് 2 ദിവസത്തേക്ക് 100 രൂപ അവർ മേടിച്ചായിരുന്നു കേട്ടോ പാർക്കിങ്ങിന് വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ ഇവിടെ പാർക്കിംഗ് ഫുള്ളാണ്. 900 കണ്ടിയിൽ വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സോ വയനാട് ട്രിപ്പ് ഈസ് ഓവർ. റിട്ടേണിംഗ് ടു ട്രിവാൻഡ്രം. ഓൾമോസ്റ്റ് 10 മണിയൊക്കെ കഴിഞ്ഞു. ഇനി ഫുൾ ഓടിച്ചിട്ട് ട്രിവാൻഡ്രത്ത് എത്തണം ഇന്ന് രാത്രി. 900 കണ്ടി വാസ് ബ്യൂട്ടിഫുൾ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നോർമലി വയനാട് വരുന്നത് പോലെയല്ല, ഇതൊട്ടും ക്രൗഡില്ലാത്ത സെക്ലൂഡഡ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. And Wayanad says, thank you, visit again without any doubt. ഇന്ന് സൺഡേ ആണ്. സോ താമരശ്ശേരി ചുരത്തിലെ ട്രാഫിക് എന്താണെന്ന് ഇന്നറിയാം. വയനാട്ടിൽ നിന്ന് തിരിച്ചു പോകാനായിട്ട് വലിയ പ്രശ്നം തോന്നുന്നില്ല. പക്ഷെ വയനാടേക്ക് കയറാൻ കിടക്കുന്ന വണ്ടികളുടെ ക്യൂ ഉണ്ടോ? ഈ ട്രാഫിക് എല്ലാം കഴിഞ്ഞ് ക്യൂ എല്ലാം ക്ലിയർ ചെയ്ത് ഇനി എപ്പോൾ ഇവർ വയനാട് എത്താനാണാവും.
നല്ലൊരു റോഡ് കിട്ടിയ ആവേശത്തിൽ ഒന്നും നോക്കാതെ ഓടിച്ചു വരുമായിരുന്നു. പെട്രോൾ കംപ്ലീറ്റ് ഡ്രൈ ആയിട്ട് ദാ റോഡിൽ നിൽക്കുകയാണ്. നമ്മുടെ ടീമിൽ കൂടെ വന്ന മേജർ ആനന്ദ് ആ കൂട്ടിന് ഇവിടെ ഉണ്ട്. വേറൊരു ടീമേറ്റ് ആയിട്ടുള്ള റാം എനിക്ക് വേണ്ടി പെട്രോൾ അന്വേഷിച്ച് പോയിരിക്കുകയാണ്. ഇറ്റ്സ് ഓൾ ഇൻ ദ ഗെയിം. തിരിച്ചുള്ള റൈഡ് കുറേ സമയം ട്രാഫിക്കൊക്കെ ആയിട്ട് ഭയങ്കര ബോറടിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല മഴ പെയ്തത്. ആ മഴ പെയ്തതിന് ശേഷമുള്ള റൈഡ് സൂപ്പറായിട്ട് എൻജോയ് ചെയ്ത് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് ദൂരം ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വൺ. സീ യു സൂൺ. Until then, adios amigos.